പറയുന്നത് യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഈശോ പറഞ്ഞില്ലേ? അത് യുഗാന്ത്യം വരെ വചനത്തിലൂടെ ഉണ്ടായിരിക്കും, വചനത്തിൻ്റെ വ്യാഖ്യാനത്തിലൂടെ ഉണ്ടായിരിക്കും, കർത്താവ് അതാത് കാലങ്ങളിലുള്ള വഴിനടത്തലിലൂടെ ഉണ്ടായിരിക്കും, പരിശുദ്ധ കൃപായിലൂടെ ദൈവികമായ സാന്നിധ്യത്തിലൂടെ ഉണ്ടായിരിക്കും. കംപ്ലീറ്റ് പ്രസൻസാണ്. അതുകൊണ്ടാണ് യുഗാന്ത്യം വരെ നമ്മുടെ കൂടെ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന കാര്യം. അതായത് നമ്മൾ ഈ കാലക്കേടെന്ന് കേട്ടിട്ടില്ലേ? കാലക്കേട് എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ ആസ്ട്രോളജിയുടെ ചില അവാന്തര വിഭാഗമായിട്ടാണ് ഗ്രഹപ്പിഴ, കാലക്കേട്, രാഹുകാലം എന്നൊക്കെ പറയും. അപ്പോൾ അത് ഇന്ത്യൻ ആസ്ട്രോളജിയുടെ ഒരു ഭാഗമാണ്. ഇത് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നുവെച്ചാൽ നമ്മളുടെ വിശ്വാസ രീതികളുമായിട്ട് ബന്ധമില്ല. ഇപ്പം കാലക്കേടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ ചെയ്യണത്? കാലക്കേട് വരണ സമയത്ത് എന്താണ് ചെയ്യണത്? ബൈബിളിൽ എന്താ ചെയ്യണത്? ബൈബിളിൽ കാലക്കേടുള്ള വേഷം നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴും. അപ്പോഴൊക്കെ അവർ ചെയ്തത് എങ്ങനെയാണ്? അതാണ് നമ്മുടെ കാലക്കേടിന് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 15-ാമത്തെ വാക്യം. അതായത് അവിടെ പറയുന്നത് കാലക്കേട് മാത്രമല്ല, സ്ഥലവും പ്രശ്നമാണ്. നമ്മുടെ ഒരു ഈവൻ്റ്, അതായത് നമ്മുടെ ജീവിതത്തിലൊരു സംഭവം, ദൈവാനുഗ്രഹമാകാം, അപകടമാകാം, എന്തുമാകാം, ഒരു ഈവൻ്റ്, ഒരു സംഭവം നടക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം അതിന്. ഒന്നെന്താണ്? അത് നടക്കണ ഒരു സമയത്തായിരിക്കും, ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും. പിന്നെ അത് നടക്കുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും. ഒരു വ്യക്തിക്കുണ്ടാകുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്താണ്? ഇവൻ്റെ ഈ അനുകൂലമായ സംഭവങ്ങൾ നടക്കാനുള്ള സമയം ചിലപ്പോൾ മോശമാകും. ജ്യോതിർഗോളങ്ങൾ നമ്മുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമല്ല ശരി പറയണത്. നമ്മൾ സൃഷ്ടികളൊന്നും ആരാധിക്കാറില്ല. ഞാൻ പറയണത് ഒരു മനുഷ്യന് പ്രശ്നം ഉണ്ടാകുന്നത് എങ്ങനെയാ? ഒന്നെങ്കിൽ കാലം അവന് എതിരായി നിൽക്കും, അതിൻ്റെ സമയദോഷമെന്ന് പറയും. അത് നമ്മൾ ക്രിസ്ത്യാനിറ്റി പറയുന്ന സമയദോഷവും മറ്റ് സംസ്കാരങ്ങൾ പറയുന്ന സമയദോഷവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു വിഷയം നമുക്കുണ്ടാകണ പ്രതികൂലമാകണം, ചിലപ്പോൾ സമയദോഷം മാത്രമല്ല സ്ഥലദോഷം ഉണ്ടാകും. ഈ സ്ഥലദോഷം ഉണ്ടായാലും സമയദോഷം ഉണ്ടായാലും കർത്താവ് അതിനെ കാണുന്ന ഒരു രീതികളുണ്ട്. ഇപ്പം ഞാൻ മത്തായിയുടെ സുവിശേഷം പറഞ്ഞില്ലേ, 14-ാം അധ്യായം 15-ാമത്തെ വാക്യം. അതിൻ്റെ ശിഷ്യന്മാരോട് ഈശോയോട് പറയണത് ഇതൊരു വിജന സ്ഥലമാണ്. സ്ഥലം മോശമാണെന്ന് അർത്ഥം. ഇതൊരു വിജന സ്ഥലമാണ്. പിന്നെ എന്താണ് രണ്ടാമത്തത്? സമയവും മോശമാണ്. ഇതൊരു വിജന സ്ഥലമാണ്, നേരവും വൈകി. അത് രണ്ടും ആയില്ലേ? അപ്പം നേരമായില്ലേ? ഇപ്പം സ്ഥലവും മോശമാണ്. അപ്പം അവിടെ ജീവിതത്തിലൊരു വിഷയമുണ്ടാകാൻ പോവുകയാണ്. കാര്യം വെച്ചാൽ അവിടെ സമയം മോശമായി, സ്ഥലവും മോശമായി. ഈ രണ്ട് വിഷയം വേണം നമുക്ക്. എന്തെങ്കിലും സംഭവിക്കണം, ഒരു ഈവൻ ഹാപ്പൻ ചെയ്യണമെങ്കിൽ ദർ മസ്റ്റ് ബി എ പ്ലേസ് ആൻഡ് ദർ മസ്റ്റ് ബി എ ടൈം. ഈ രണ്ട് കണ്ടൻറ്റുകളും ചിലപ്പോൾ സമയത്ത് നമുക്ക് എതിരാകും. അപ്പോൾ അപ്പോസ്തലന്മാർ അങ്ങനെ ഒരാളിൻ്റെ സമയം മോശമായാൽ, ഒരാളിൻ്റെ സ്ഥലം മോശമായാൽ എന്ത് ചെയ്യണം? അപ്പോൾ അപ്പോസ്തലന്മാരുടെ രീതി പറയും. എന്താണ്? ജനങ്ങളെ പറഞ്ഞു വിടാൻ, ഡിസ്പേഴ്സ് ചെയ്യാൻ പറയും. പെടലേക്ക് നമ്മുടെ പെടലേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ.
അത് ഭയങ്കരമായ ഒരു സൂത്രപ്പടിയായി പോയി. ജനങ്ങളെ പറഞ്ഞു വിടാൻ വേണ്ടി കർത്താവിൻ്റെ ചെയ്യുമെന്ന് കുശിക്കും. ഇത് അവസാനം ഇവന്മാരുടെ സമയദോഷങ്ങൾ വന്ന് നമ്മുടെ പടലേക്ക് വന്ന് വീട്ടിലെന്ന് വിചാരിച്ചിട്ട് അപ്പോസ്തലന്മാരോട് പറയും, ഇവിടെ ഡിസ്പേഴ്സ് ചെയ്യാൻ പറയും. അപ്പോൾ കർത്താവ് തൻ്റെ സ്വന്തം നിലപാട് പറയും. അതാണ് പ്രശ്നം. ഈശോ എന്ന് പറഞ്ഞ ഒരു നിലപാടാണ്. മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും കർത്താവിന് വ്യക്തമായ നിലപാടുകളുണ്ട്. നിന്റെ ദൈവം നിന്റെ കാര്യത്തിൽ നിലപാടുള്ളവനാണ്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേകാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേകാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് എന്താണ്? നിന്റെ ദൈവം നിന്റെ കാര്യത്തിൽ നിലപാടുള്ളവനാണ്. അതാണ് ഏറ്റവും വലിയ വിഷയം. അതാണല്ലോ ആ വിഷയത്തിൽ വ്യക്തമായ ഒരു നിലപാട് ഈശോയ്ക്കുണ്ട്. നിന്റെ സമയദോഷത്തിൽ, നിന്റെ കാലക്കേടിൽ, നിന്റെ സ്ഥലത്തിൻ്റെ വിപരീത അവസ്ഥയിൽ ജീസസ് ഹാസ് എ സ്റ്റാൻഡ്. എന്താണ് കർത്താവിൻ്റെ സ്റ്റാൻഡ്? എന്താണ്? അവർ പോകുന്ന പ്രശ്നമില്ല. അതാണ് ഈശോ പറയണത് 14:16. അവർ പോകേണ്ടതില്ല. ആ നിൽക്കണ എവിടെയാണ് നിൻ്റെ സ്ഥലം മോശമായിരിക്കണത്, എവിടെയാണ് നിൻ്റെ സമയം ദോഷമായിരിക്കുന്നത്, ആ ദോഷമായ സ്ഥലത്ത് വെച്ച്, ആ ദോഷമായ സമയത്ത് വെച്ച് കർത്താവ് ഇടപെടും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ മഹത്വം, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവൻ പോലും അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ അനുദിന ജീവിതം അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പം യോഹന്നാൻ 17:3 ഏകസത്യ ദൈവമായി നിന്നെയും, ഏറ്റു പറഞ്ഞേ, ഏകസത്യദൈവമായി നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. അപ്പൊ നിത്യജീവൻ പോലും കർത്താവിനെ അറിയുന്നതാണെങ്കിൽ നമ്മുടെ അനുദിന ഭൗതിക വ്യവഹാര ജീവിതമെല്ലാം കർത്താവിനെ അറിയുന്നതാണ്. അതൊരു കീ വേർഡാണ്. ബൈബിളിൽ പല വേർഡുകളുണ്ട്. ഒക്കൾട്ട് വേർഡുണ്ട്, കീ വേർഡുണ്ട്, അനോയിന്റഡ് വേർഡുണ്ട്, ഇങ്ങനെ കുറേ മദർ വേർഡുണ്ട്. വചനം കുറേ അധികം. നമ്മുടെ വചനം തന്നെ പല തരമാണ്. മദർ വേർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എപ്പോഴും ഇങ്ങനെ പ്രസവിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ ഭക്തൻ്റെ ആത്മാവിൽ വചനം ഇങ്ങനെ എപ്പോഴും പ്രസവിച്ചുകൊണ്ടേയിരിക്കും. അതാണ് മദർ വേർഡെന്ന് പറയുന്നത്. എന്നുവെച്ചാൽ എപ്പോഴും ആ വചനത്തിൽ നിന്ന് വേറെ വചനം വന്നുകൊണ്ടിരിക്കും. ആ വചനത്തിൽ നിന്ന് വേറെ മനസ്സ്, കർത്താവിൻ്റെ മനസ്സ് വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഇതുപോലെ കീവേഡുണ്ട്, താക്കോൽ വചനം. എന്നുവെച്ചാൽ തുറന്നാൽ ഒരു താക്കോൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഹോളിൻ്റെ മെയിൻ താക്കോൽ കിട്ടിയ ആ ഹോളിലെല്ലാ മുറിയും തുറക്കാൻ പറ്റുന്ന, അതാണ് താക്കോൽ വചനം എന്ന് പറയുന്നത്. ഇതൊരു താക്കോൽ വചനമാണ്. എന്താണ്? അവർ പോകേണ്ടതില്ല. അപ്പം ഇതാണ് പ്രശ്നം. അത് നിലപാടാണിത്. 14-15 കീവേഡാണ്. അവർ പോകേണ്ടതില്ല. അപ്പം നിനക്ക് കടമുണ്ടാകാം, നിനക്ക് ക്യാൻസർ ഉണ്ടാകാം, നിനക്ക് ജപ്തിയാകാം. അപ്പോഴൊക്കെ നമുക്ക് പോകാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും. കർത്താവിൻ്റെ ഇപ്പം നമുക്ക് വേദന കൂടുമ്പോഴേ കർത്താവിനെ അല്ലാതെ വേറെ ഏതെങ്കിലും മാർഗങ്ങളിലൂടെ ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താനുള്ള ശ്രമം എപ്പോഴും മനുഷ്യൻ്റെ ഒരു ടെംപ്റ്റേഷനാണത്. ഒന്ന് മാറ്റിപ്പിടിക്കാൻ നോക്കും. ഇത് എപ്പോഴും ഏറ്റവും വലിയ പ്രലോഭനം എന്താണെന്ന് ചോദിച്ചാൽ സക്സസ് കണ്ടതൊന്നുമല്ല. ഏറ്റവും വലിയ പ്രലോഭനം എന്ന് പറയുന്നത് ഈ ട്വിസ്റ്റിങ്. കർത്താവിൻ്റെ മുഖത്തൊന്ന് ഒന്ന് കണ്ണെടുത്തിട്ട് വേറെ ഒരു ലെവൽ അന്വേഷിക്കാൻ നോക്കും. ഇപ്പോൾ അപ്പോസ്തലന്മാരുടെ ലെവലാണ് പറയണത്. എന്താ പറയണത്? അവർ പോട്ടെ, അവർ പോയി ഗ്രാമങ്ങളിൽ പോയി ചന്ത സ്ഥലത്ത് പോയി കടയിൽ നിന്ന് പോയി അപ്പം വാങ്ങിക്കട്ടെ എന്ന് പറയണത്.
അപ്പം അത് വളരെ സിമ്പിളാണ്. കർത്താവ് അങ്ങനെ 3 ദിവസത്തോളം വചനം കേട്ട ആൾക്കാരെ പറഞ്ഞു വിടാൻ തയ്യാറല്ല. അപ്പോൾ ഈശോ പറയും, അവർ 3 ദിവസമായില്ലേ എൻ്റെ കൂടെ ആയിരുന്നിട്ട് വചനം കേൾക്കണത്. ഈ വചനം കേട്ട് കഴിഞ്ഞാൽ കർത്താവ് ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പ് കൈ നീട്ടാൻ കർത്താവ് അനുവദിക്കത്തില്ല. അതുകൊണ്ട് വായ്പ മേടിക്കാൻ പോലും അനുവദിക്കത്തില്ല. നമ്മൾ നിയമാവർത്തന പുസ്തകം 28:12 വായിക്കുമ്പോൾ, നിയമാവർത്തനം 28:12 അവിടുത്തെ കൽപ്പന പാലിച്ചാൽ നിനക്ക് കടം വാങ്ങേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ കൽപ്പനകൾ വചനങ്ങൾ പാലിച്ചാൽ നിനക്ക് കടം വാങ്ങേണ്ടി വരത്തില്ല. നീ കടം കൊടുക്കുന്നവനാകും. കർത്താവ് എന്നോട് പത്രോസ് പറയുന്നില്ലേ, രാത്രി മുഴുവൻ പണിക്ക് പോയിട്ട് ഒന്നും കിട്ടിയില്ല, പക്ഷെ നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. അപ്പോൾ വാക്ക് കേട്ടാണ് അവൻ, കർത്താവിൻ്റെ വാക്കാണ് അവൻ്റെ ആസ്തി എന്ന് പറയുന്നത്. പക്ഷേ 5:7 വായിക്കുമ്പോൾ എന്താ കാണുന്നത്? മറ്റു വള്ളക്കാർക്ക് പകർച്ച കൊടുക്കുന്നതാണ് കാണുന്നത്. നിനക്ക് അതാണ് നിയമാവർത്തനം. നീ പറഞ്ഞതനുസരിച്ചെന്നാണ് പത്രോസ് പറയണത്. നീ പറഞ്ഞ അനുസരിച്ച് ഞാൻ വലയിറക്കാം. പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നിയമാവർത്തനം 28:12 എന്താ പറയണത്? നീ എൻ്റെ വചനം കേട്ടാൽ കടം വാങ്ങാൻ വരികയില്ലെന്ന് തന്നെയല്ല, നീ കടം കൊടുക്കുന്നവനാകും. അതാണ് ഇപ്പോൾ 5:7 പറയണത്. അതാണ് നമ്മുടെ ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 5:7. അവർ കർത്താവിൻ്റെ നീ പറഞ്ഞ അനുസരിച്ച് ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ വചനം കേട്ട് വലയിറക്കി കഴിഞ്ഞപ്പോൾ എന്നാ പറ്റി? വള്ളം നിറഞ്ഞ് കവിഞ്ഞിട്ട് മറ്റു വള്ളക്കാരെ വിളിക്കുക. ഇത് തന്നെയാണ് ഈ 14:20 സംഭവിക്കുന്നത്. മത്തായിശ്ലീഹയുടെ 14:20 സംഭവിക്കുന്നത് അത് തന്നെയാണ്. എന്താണ്? 5 അപ്പം വർദ്ധിപ്പിച്ച ശേഷം എന്ത് ചെയ്ത്? ബാക്കി വന്ന കഷണങ്ങൾ 12 കൊട്ട നിറയെ ശേഖരിച്ച് 14:20 അവിടെയും വർധനവാ. അപ്പം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ദൈവം വിശ്വാസിയെ അനുഗ്രഹിക്കുന്നത്. എപ്പോഴും ഓർത്തേക്കണം. ഇപ്പം നമുക്ക് ജോലി കിട്ടി, നമുക്ക് ഇപ്പോൾ ഗൂഗിൾ മീറ്റിലൂടെ എന്തുമാത്രം സാക്ഷ്യങ്ങളാണ് പറയണത്. അമ്മ ജോലി കിട്ടിയവർ, അഡ്മിഷൻ കിട്ടിയവർ, രോഗം സുഖപ്പെട്ടവർ. അപ്പം നമ്മൾക്ക് ദൈവം അനുഗ്രഹം തരുമ്പോൾ എന്തിനാണ് അനുഗ്രഹം തരുന്നത്? നമ്മളുടനെ അത് വാങ്ങിച്ചുകൊണ്ട് വീട് വെക്കും, കാറ് വാങ്ങിക്കും. അതനുസരിച്ച് ഇതൊന്നും അല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. പകർച്ച കൊടുക്കണം. ഇത് പകർച്ച കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കത്തില്ല. വിശ്വാസമുള്ളവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിക്കുന്ന അനുഗ്രഹം കർത്താവിനുള്ള കൃപയാണെന്ന് മനസ്സിലാക്കിയാൽ ഞാൻ പിന്നെ അത് തിരിച്ചു കൊടുക്കണം. ആർക്ക്? ആവശ്യമുള്ള മറ്റു വള്ളക്കാരെ, ബന്ധുക്കളാകാം, സ്വന്തപ്പെട്ടവരെ നമുക്കറിയത്തില്ല. പത്രോസ് കൈകാട്ടി വിളിച്ച് മറ്റു വള്ളക്കാരെ വിളിച്ചെന്ന് പറയണേ, അവർ ബന്ധുക്കളാണോ സ്വന്തപ്പെട്ടവരാണോ എന്ന് നമുക്കറിയത്തില്ല. ആവശ്യക്കാരൻ ആരാണ് കണ്ണിൽ കാണുന്നത്, അവനാണ് പകർച്ച കൊടുക്കേണ്ടത്. അപ്പോൾ അത് ദൈവത്തിൻ്റെ അനുഗ്രഹം നിലനിൽക്കാനുള്ളൊരു മാർഗം കൂടിയാണത്. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങനെയുള്ള വിശ്വാസത്താൽ അങ്ങനെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ കർത്താവേ എനിക്കും അങ്ങയുടെ അനുഗ്രഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ എനിക്ക് പ്രത്യേകമായ പങ്കുവെപ്പലിന്റെ അനുഗ്രഹം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, എല്ലാ മുട്ടയും അതുപോലെ വിരിയത്തില്ല, ചില ചീഞ്ഞു പോകും. ഇതുപോലെ ബ്രീഡിങ് പ്രയർ, വിരിയണ പ്രാർത്ഥന ഏതാണ്? വിരിയുന്ന പ്രാർത്ഥന ഏതാണ്? അത് ദൈവത്തിൻ്റെ ഫണ്ടമെൻ്റൽ നിലപാടുമായിട്ട് സിങ്ക് ചെയ്യണതാണ് അതിൻ്റെ പ്രൊവിഷൻ. ഇപ്പം നമ്മൾ ഗവൺമെൻറ്റിൽ ചെന്ന് ഒരു അപേക്ഷ വെച്ചാൽ ഉടനെ അവർ പറയും, അച്ഛാ ഇങ്ങനൊരു സ്കീം ഇപ്പം ഇല്ലെന്ന് പറയും. സ്കീമാണ്. ആ സ്കീമുണ്ടോ എങ്കിൽ മാത്രമേ വില്ലേജ് ഓഫീസറിനായാലും തഹസിൽദാർക്കായാലും കളക്ടറിനായാലും ഗവൺമെൻറ് സ്കീം നിലവിലുണ്ട് എങ്കിൽ മാത്രമേ ഇപ്പോൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബാഗ്, പുസ്തകം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിവൃത്തിയില്ലാത്തവർ വരെ അല്ലെങ്കിൽ വീട് ചോദിച്ചാൽ ഗവൺമെൻറ് അങ്ങനെ സ്കീം ഉണ്ടെങ്കിൽ മാത്രമേ സഹായിക്കാൻ പറ്റത്തുള്ളൂ.
ഇതാണ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് പ്രാർത്ഥനയ്ക്കും. ഒരു ബ്രീഡിങ് പ്രെയർ, വിരിയുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന് അങ്ങനെ ഒരു നിലപാടുണ്ടെങ്കിൽ, ഇപ്പം കാനായിലെ കല്യാണം തന്നെ ആ പ്രാർത്ഥന വിരിയാൻ കാരണം എന്താ? അതിന് കുറേ പ്രശ്നങ്ങളുണ്ട് ആ പ്രാർത്ഥനയ്ക്ക്. ഇപ്പോൾ 2:3 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അമ്മയോട് പറയും, അമ്മ പറയും അവർക്ക് വീഞ്ഞില്ല, ഇല്ലായ്മക്കാരാണെന്ന് പറയുമ്പോൾ അതാണ് പ്രെയർ, ഇല്ലായ്മക്കാരാണെന്ന് പറയും. അപ്പോൾ ഈശോ ഉടനെ ചോദിക്കണത്, എനിക്ക് നിനക്ക് എന്ത്? എൻ്റെ സമയത്തിൻ്റെ പ്രശ്നമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സമയത്തിൻ്റെ പ്രശ്നമുണ്ട്. കാര്യം സമയത്തിൻ്റെ പ്രശ്നം നിന്ന് ഗ്രഹപ്പുഴയല്ല, പിതാവിൻ്റെ മനസ്സിൽ ഈശോ അടയാളങ്ങളുടെ ദൈവരാജ്യം പ്രകോപനം ചെയ്യുന്ന ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നൊരു വാക്കുണ്ട്, സമയത്തെ നമുക്ക് കൗണ്ടറാക്ട് ചെയ്യാൻ പറ്റും. ഭയങ്കര സംഭവമാണ് ഈ വചനം. സമയത്തെ നമുക്ക് അതിനെ അതിലംഘിക്കാൻ പറ്റും. വാട്ട് ടു ഡു? അവൻ പറയണ പോലെ ചെയ്യാൻ പറയും. അത് പരിശുദ്ധാത്മാവിൻ്റെ വല്ലാത്ത ഒരു വെളിപാടാണ്. അമ്മയിൽ നിന്ന് നമുക്കിത് കിട്ടണത് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ ഇപ്പോൾ നേരവും വൈകി, ഇതൊരു വിജന പ്രദേശമാണ്, ഈ സ്ഥലം മോശമാണ്, നേരവും വൈകിയെന്ന് സമയം ദോഷമാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഇല്ലായ്മക്കാർ ആയിത്തീരാൻ കാരണം സ്ഥലത്തിൻ്റെയും സമയത്തിൻ്റെയും ദോഷമാണ്. അപ്പം അമ്മയോട് പറയുമ്പോൾ സമയത്തിൻ്റെ പ്രാതികൂല്യം ഉണ്ടെന്ന് പറയുമ്പോൾ അമ്മ പറയും സമയത്തിൻ്റെ പ്രാതികൂല്യങ്ങളെ പരിഹരിക്കാൻ വേണ്ടി അമ്മ ബോധജ്ഞാന സിംഹാസനമാണ് അല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് ഇപ്പോൾ അമ്മയെ കണ്ടപ്പോൾ മാലാഖ പറഞ്ഞത് ലൂക്കാ 1:28 എന്താ പറഞ്ഞത്? ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ്. അപ്പോൾ കൃപ നിറഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു തിട്ടമുണ്ടാകും. എല്ലാ വിഷയം എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോർഡ് എന്ന് അമ്മ പറഞ്ഞത് അമ്മ അറിയാണ്ട് പറഞ്ഞാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ആ ഒരു വാക്ക് പറയുന്നതിലൂടെ ഇപ്പം ലൂക്കാ 1:34 ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങനെ വചനം പോലെ എന്നെ നിറവേറട്ടെ എന്ന വാക്ക് പറയുന്നതിലൂടെ അമ്മയെല്ലാം അറിഞ്ഞിട്ടാണ് പറയണത്. എങ്ങനെ അറിഞ്ഞു? പരിശുദ്ധാത്മാവിലാണ് അമ്മ ഇത് അറിയണത്. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ ലൂക്കാ 1:32 എത്തുമ്പോൾ ശമയോൻ അമ്മയോട് പറയുന്നുണ്ട്. ലൂക്കാ 2:32 ശമയോൻ എന്നാ പറയണത് അമ്മയോട്? നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും. ആ ശമയോൻ അമ്മയോട് പറയണതാണ്. ഇത് അമ്മയോട് ആദ്യമേ മാലാഖ പറഞ്ഞ കാര്യമാണ്. ഇത് ആദ്യമേ മാലാഖ പറഞ്ഞ കാര്യമാണ്. അമ്മയ്ക്ക് നന്നായിട്ട് മനസ്സിലായി. കാര്യം ശമയോനും അമ്മയ്ക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമല്ല ശമയോൻ പറയണത്. ശമയോന് പറയാൻ പറ്റത്തില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. കാര്യം അമ്മ ഫുൾ ഓഫ് ഗ്രേസാണ്, കൃപ നിറഞ്ഞവളാണ്. ഈ കൃപ നിറഞ്ഞ അവിടെ നിൽക്കുന്ന ആളിനോട് പകുതി കൃപയുള്ള ശമയോൻ എന്നാ സംസാരിക്കാരാ? പിന്നെ സമയം പറഞ്ഞു നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും. അപ്പം അമ്മ പറയാം, അപ്പ എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു പറയും. അപ്പ എന്നാ പറഞ്ഞിരിക്കണത്? ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മംഗളവാർ സമയത്ത് പറഞ്ഞു അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. അതാണ് അപ്പ പറഞ്ഞത്. ദാവീദിന്റെ സിംഹാസനം കൊടുക്കുമെന്ന് കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവുള്ളവർക്ക് മനസ്സിലാവും വിഷയം വേറെയാണെന്ന്. കാര്യം ദാവീദിന്റെ സിംഹാസനം ഗോലിയാത്തിൻ്റെ കഴുത്തറുത്തിട്ടാണ്, ആ ചോരയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. വാള് അങ്ങനെ വന്നതാ.
ദാവീദിന്റെ സിംഹാസനം അങ്ങനെ വന്നതാണല്ലേ. വേറെ ദാവീദിന്റെ സിംഹാസനം മുകളിൽ നിന്ന് ഡ്രാമക്കാർ ഇറക്കണ പോലെ മുകളിൽ നിന്ന് നൂലക്കെട്ടി ഇറക്കിയതല്ല. അത് ഗോലിയാത്തിൻ്റെ കഴുത്തറുത്തിട്ട് ഇസ്രായേലിൻ്റെ ജനതയെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ കൊടുത്തതാണ്. ദാവീദിൻ്റെ വാളിൽ നിന്നാണ് സിംഹാസനം ഉണ്ടാകുന്നത്. അപ്പോൾ ആ വാള് ഉറപ്പ്. അതായത് ദൈവത്തിനു വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തി. ദാവീദ് പറഞ്ഞൊരു വാക്കുണ്ട്. ദാവീദിനെ കളിയാക്കി ആക്ഷേപിച്ച് കഴിഞ്ഞപ്പോഴേ, നീ എന്താ ഒരു പട്ടിയെ തല്ലാൻ വരണ പോലെയാണോ എൻ്റെ നേരെ വരണമെന്ന് ചോദിച്ചു ഗോലിയാത്ത്. എന്നിട്ട് അവൻ പൊട്ടൻ പൂകണ്ട പോലെ ചിരിച്ചു, അവൻ ആക്ഷേപിച്ചു. ദാവീദ് ഒറ്റപ്പെട്ടു പോയി. കാര്യം അപ്പവും കൊണ്ടുവന്ന് ദാവീദാണ് ചേട്ടന്മാർക്ക് വേണ്ടി. ചേട്ടന്മാർ പോടാ, വീട്ടിൽ പോടാന്ന് പറഞ്ഞ് അവന് ആട്ടി ഓടിച്ചു. സ്വന്തപ്പെട്ടവരിൽ നിന്നുള്ള വേദന അനുഭവിച്ചാണ് അവനവിടെ നിൽക്കുന്നത്. ശത്രുപക്ഷത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ആക്ഷേപങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ദാവീദ് നിൽക്കുന്നത്. രാജാവിന് പോലും അവന് വിശ്വാസമില്ല, അവന് ആരുമില്ല. അപ്പം അവൻ ഗോലിയാത്ത് ചോദിക്കും, നീ എൻ്റെ കൂടെ എൻ്റെ നേരെ വരുന്നത് പട്ടിയെ തല്ലാൻ പോണ പോലെയാണോ എന്ന് ചോദിക്കും. ഒരു വടിയും കൊണ്ടുവരികയാണ്. അപ്പോൾ ദാവീദ് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ മുമ്പും നോക്കിയിട്ടല്ല വരണത്, ഞാൻ എൻ്റെ കർത്താവിനെ നോക്കിയിട്ടാണ് വരണത്. ഒരു വല്ലാത്ത വാക്കാണ്. കർത്താവും ദാവീദും മാത്രം. കർത്താവിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് ദാവീദിൻ്റെ സിംഹാസനം രൂപപ്പെട്ടതെങ്കിൽ അമ്മയോട് പറയണത് അതാണ്, മേരി, ബന്ധുക്കളിൽ നിന്ന്, സ്വന്തപ്പെട്ടവരിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, ശത്രുപക്ഷത്തു നിന്ന് നീ ഒറ്റപ്പെട്ടു പോകും. അതാണ് നിന്റെ വാളെന്ന് പറഞ്ഞു തരികയും അതാണ് ഗോലിയാത്തിന്. ആ വാള് കൊണ്ടാണ് ഗോലിയാത്തിനെ കൊന്നതെങ്കിൽ യേശുക്രിസ്തുവിനെതിരെയുള്ള എല്ലാ തിന്മകളുടെ സ്വത്തുകളെയും യേശുക്രിസ്തു ലോകത്തിന് കൊടുക്കാൻ വേണ്ടി ആ വാള് നിന്റെ ഹൃദയം ഭേദിക്കേണ്ടി വരും. അതാണ് ശമയോൻ കൊടുക്കുന്ന ഒരു വെളിപാട്. പത്രോസ് ഇടയ്ക്ക് പറയാമായിരുന്നേ, പത്രോസ് പറയണത്, ഞാനിതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യണമെന്ന്. അങ്ങനൊരു വചനമുണ്ട്. അതായത് 1 പത്രോസിലാണ്, ഞാനിത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യണമെന്ന്. ഭജനം എപ്പോഴും നമ്മൾ ചെയ്യണത് ഓർമ്മപ്പെടുത്തലാണ്. ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ കർത്താവേ കർത്താവേ, അങ്ങയുടെ വചനത്താൽ അങ്ങയുടെ മനസ്സ് പോലെ ജീവിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ശുദ്ധപരമദിവ്യകാരുണ്യത്തിന് ഇപ്പൊ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് ഇതാണ്, നമ്മളുടെ പ്രാർത്ഥന റിജക്റ്റ് ചെയ്യാതിരിക്കുക. ചിലപ്പോൾ നമുക്ക് ഇതുപോലെ സമയം പ്രതികൂലമായി വരാം, ചിലപ്പോൾ സ്ഥലമൊക്കെ പ്രതികൂലമായി വരാം. അപ്പം നമ്മൾക്ക് സ്ഥലം മാറ്റത്തിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ അപേക്ഷിക്കും, ആഗ്രഹിക്കും. ചില സമയത്ത് സമയത്തിന് മുമ്പ് അപ്പോസ്തലന്മാരുടെ രീതി അനുസരിച്ചുകൊണ്ട് അവരവിടുന്ന് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി നോക്കും. ഇതൊന്നുമേ പരിഹാരമല്ല. അതെല്ലാം പരിഹാരമാണ്. അതായത് എന്ത് വിഷയമായാലും. ഞാനൊരിക്കലും പണ്ട് ഞാൻ കുറേ ഇടവകയിലൊക്കെ ഇരുന്നിട്ടുണ്ട്. കൊച്ചച്ഛനായിട്ട് 3 ഇടവക ഇരുന്ന്, വികാരിയായിട്ട് 2 ഇടവക ഇരുന്ന്, ഫൊറോണ വികാരിയായിട്ട് 1 ഇടവക ഇരുന്ന്, ഇങ്ങനെ കുറേ ഇടവക ഇരുന്നു. ഒരു ട്രാൻസ്ഫർ എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത സാധനമായിരുന്നു. കാര്യം എൻ്റെ സ്വന്തം നാട്ടിലോട്ട്. അപ്പോൾ ഞാൻ എന്നാ ചെയ്തെന്ന് കഴിഞ്ഞാൽ, തുമ്പളി പള്ളി ഇരിക്കുമ്പോൾ പള്ളിയുടെ പുറകെ പോയിരുന്നുകൊണ്ട് ഒരു ദിവസം 13 ജപമാല ചെല്ലും. 13 ജപമാല 45 ദിവസം ചൊല്ലി. അപ്പോൾ പുട്ടിൻ അപേക്ഷിച്ചെന്നും പറഞ്ഞ് ട്രാൻസ്ഫർ തൽക്കാലം മരവിപ്പിച്ചെന്ന് പറഞ്ഞ് പീറ്റർ പിതാവിൻ്റെ കത്ത് വന്നു. അപ്പോൾ എനിക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് എനിക്കത് മാനസികമായിട്ട്, ഞാൻ പിതാവിനോട് പറഞ്ഞില്ല, ഞാൻ അമ്മയോട് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ പിന്നെ ട്രാൻസ്ഫർ പുട്ടിൻ അഭ്യർത്ഥിച്ചാൽ മരവിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ 2 മാസം കഴിയുമ്പോൾ പിന്നെയും പോകേണ്ടി വരും. ആ 2 മാസം കഴിഞ്ഞപ്പോൾ അതിനുള്ളിൽ സ്ഥലം മാറ്റി തന്നില്ലേ അമ്മ, മറിച്ച് ഞാൻ പോകുന്ന സ്ഥലത്ത് ആ 2 മാസത്തിനുള്ളിൽ റോഡ് ഇടിച്ച് തന്നു. അവിടെ റോഡില്ല, പള്ളിത്തോട്ടിൽ അന്ന് റോഡില്ല. റോഡ് ഇടിച്ച് തന്നു. പിന്നെ ബാക്കിയുള്ള സൗകര്യങ്ങൾ വികാരിച്ചനെ മാറ്റി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അച്ഛനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു.
അമ്മ കുറച്ച് കാര്യങ്ങൾ ചെയ്തു, എന്നിട്ട് പുക തന്നെ വേണമെന്ന് പറഞ്ഞു. അമ്മ മാറ്റിയൊന്നുമല്ല, അമ്മ എൻ്റെ മനസ്സ് മാറ്റിക്കളഞ്ഞു. ഞാൻ ഏറ്റവും കൂടെ പേടിച്ചും വിഷമിച്ചിരുന്നൊരു വിഷയം, ആ 45 ദിവസത്തെ ദേവമാല കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ്, അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ പറയണ പോലെ സ്ഥലമല്ല പ്രശ്നം, സമയവുമല്ല പ്രശ്നം, നമ്മുടെ മനസ്സാണ് പ്രശ്നം. സ്ഥലമല്ല പ്രശ്നം, സമയവുമല്ല പ്രശ്നം, നമ്മുടെ മനസ്സാണ് പ്രശ്നം. ഈ മനസ്സ് തൊടണമെങ്കിൽ അഭിഷേകം വേണം. ഞാൻ ഇവിടുന്ന് പോണത് അത്യാവേശത്തോടുകൂടിയാണ് പള്ളിത്തോട് പോണത്. അതുപോലെ തന്നെ അമ്മ എൻ്റെ കൂടെ നിന്നു. ഞാൻ പറയുന്ന കാര്യം എന്താണെന്നറിയാവോ? അതായത് നമ്മളുടെ ജീവിത പ്രശ്നങ്ങളിലെ, ഇപ്പം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാത്തിനും ഞാൻ എന്ത് പറഞ്ഞാലും കറസ്പോണ്ടിങ് എക്സ്പീരിയൻസ് എൻ്റെ ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ വരാത്ത ഒരു കാര്യവും വിശുദ്ധന്മാരുടെ കഥകൾ പോലും ഞാൻ പറയത്തില്ല. എനിക്ക് അതിലൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. വിശുദ്ധന്മാരുടെ പകുതിയോളം കഥകളൊന്നും എനിക്ക് വിശ്വാസമില്ല. ഒക്കെ എല്ലാം ഈ അവിടെ ഇങ്ങനെ കൊഴുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ജീവചരിത്രം എഴുതുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് പൊടിക്ക എഴുതുന്നതാണ്. അപ്പം അതുകൊണ്ട് അതൊന്നും ഞാൻ പറയത്തില്ല. എനിക്ക് വളരെ ടൈറ്റായിട്ട് അറിയാവുന്ന ചില കാര്യങ്ങൾ മാത്രമേ അതിൽ നിന്നെടുക്കൂ. ബാക്കിയെല്ലാം പറയണത് എൻ്റെ കണ്ണുകൊണ്ട് കാണാത്ത, ചെവി കൊണ്ട് കേട്ട്, കൈകൊണ്ട് സ്പർശിച്ച കർത്താവിൻ്റെ അനുഭവങ്ങളുണ്ട്. അത് എല്ലാം എന്ത് പറഞ്ഞാലും അതിന് ആ ബാക്കിങ്സ് ഉണ്ട്. ഞാൻ പക്ഷേ സമയക്കുറവുകൊണ്ട് ഞാനത് പറയാത്തതാണ്. ഇപ്പോൾ തന്നെ ഈ വിഷയം, ഈ ട്രാൻസ്ഫർ വിഷയം പറയണമെങ്കിൽ 1.5 മണിക്കൂർ എനിക്ക് പറയാൻ പറ്റും. പറയാത്തതിൻ്റെ കാര്യം നമുക്ക് സമയമില്ല. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, നമ്മൾ ഒരു വിഷയം സംസാരിക്കുമ്പോൾ ഒരു കാലം, ഇപ്പം നിൻ്റെ വീട്ടിലൊരു എല്ലാം മോശമായിക്കൊണ്ടിരിക്കുന്ന സമയമാണെന്ന് വിചാരിച്ചോ. നിൻ്റെ മക്കളുടെ സ്വഭാവം മാറുന്നു, നിൻ്റെ മരുമകളുടെ സ്വഭാവം മാറുന്നു. ഇന്നലെ ഒരു അമ്മച്ചേനെ വിളിച്ച് സങ്കടത്തോടെ കുറേ കാര്യം പറഞ്ഞു. ഒരു കാര്യമില്ല, നല്ലൊരു കുടുംബമായിരുന്നേ. പിള്ളേരൊക്കെ കല്യാണം കഴിച്ച് പുതിയ ആൾക്കാരൊക്കെ വരുമ്പോൾ കൂറ് മാറി. അപ്പം ഇപ്പം നമുക്ക് സംശയം നമ്മുടെ വീട് തന്നെയാണ് ഇതെന്ന്. വീടിൻ്റെ കാലാവസ്ഥയും മാറി, കളറും മാറി. കാലാവസ്ഥ അപ്പോൾ അത് അനുഭവിക്കുന്ന ആരാണ്? ചങ്കപ്പൊടികൾ ആർക്കാണ്? മാതാപിതാക്കന്മാർക്കാണ്. അപ്പം നമ്മളവർക്ക് മക്കളെ മാറ്റി താമസിപ്പിച്ചാൽ സമാധാനമാകുമെന്ന് ചോദിച്ചാൽ, തൽക്കാലത്തേക്കുള്ള ഈ അപ്പോസ്തലന്മാർ പറയണില്ല, അവർ പോയി വാങ്ങിക്കട്ടെ. ഇപ്പം മൂത്ത മരുമകളും കെട്ടി വന്ന്, മൂത്ത മകനും കെട്ടി വന്ന്, ഇളയ മകനും കെട്ടി വന്നു. രണ്ടുപേർക്കും 2 മരുമക്കൾ ഭാര്യമാർ പുറത്തുനിന്ന് വന്നു. അപ്പം ഇവർ തമ്മിലുള്ള ഗുസ്തി നമ്മളെ ബാധിക്കുന്നുണ്ട്. അടുക്കള പോരെന്ന് പറഞ്ഞാൽ ഭയങ്കര പോരാ. അപ്പം ഇങ്ങനെ വന്ന് ഇവർക്കാണെങ്കിൽ വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ വിവരമില്ലാത്ത പോലെ ഈ നമ്മൾ വിചാരിക്കാത്ത നമ്മുടെ കുടുംബത്തിൻ്റെ ആ സെറ്റപ്പ് തന്നെ മാറി അവർ പൊളിച്ചടുക്കി കിടങ്ങട്ടെ. അപ്പോൾ നമ്മൾക്ക് പ്രഷർ കൂടി, പരവേശം കൂടി, ചത്താൽ മതി എന്നായി. പക്ഷെ എന്തു ചെയ്യും? അപ്പം നമ്മളവർക്കും മക്കളെ ഓരോരുത്തരെ അവർ മാറി താമസിക്കട്ടെ. ഇളയ മകനും അവളുടെ കെട്ടിക്കൊണ്ട് നിൽക്കുന്ന മരുമകളും നമ്മളവിടെ ഒക്കളില്ല പല കാര്യങ്ങൾക്കും. അപ്പോൾ അവൾ മാറട്ടെ. അപ്പം നമ്മൾ ഒറ്റക്കാകാന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ അപ്പം കർത്താവ് പറയും അവർ പോകണമെന്നില്ലെന്ന് പറയും. അതാണ് വിഷയം. അപ്പോസ്തലന്മാർ പറയുന്നത് എന്താണ്? അവർ പോട്ടെ, ഗ്രാമങ്ങളിൽ പോട്ടെ, പോയി വാങ്ങിക്കട്ടെ. ഇപ്പം നമ്മളും പറയുന്നത് എന്തിനാണ്? മൂത്ത മകൻ മാറി താമസിക്കട്ടെ, ഇളയ മകനും മാറി താമസിക്കട്ടെ. പക്ഷെ കർത്താവിൻ്റെ നിലപാടെന്താണ്? കർത്താവ് പറയുന്നതാണ്, അവർ പോകണമെന്നില്ല, നിങ്ങൾ തന്നെ അവർക്ക് ആഹാരം കൊടുക്കുവിൻ. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ തന്നെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് വിഷയം മാറ്റാൻ പറയുകയാണ് കർത്താവ്. അവർ പോയി കഴിഞ്ഞാൽ വാടക, ഗ്യാസ്, ഇപ്പം ഗ്യാസ് കുറ്റി കിട്ടാനില്ല. അടുത്ത മാസം ഗ്യാസ് കുറ്റി ഇല്ല. കേൾക്കുമ്പോൾ നിസ്സാരമാണ്. കിട്ടിയവർ കിട്ടി. ഇനി പുതിയൊരു വാടക വീട്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സിസ്റ്റം മാറുകയാണ്. കുറച്ച് നേരെ ആകാൻ കുറച്ച് സമയം എടുക്കും. എല്ലാം നല്ലതിന് വേണ്ടിയാണ് മാറണത്. പക്ഷേ ഇങ്ങനെ പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ അവശത പിടിച്ച ഒരു സമൂഹമില്ലേ, അവരാണ് അനുഭവിക്കുന്നത്. മാറ്റങ്ങളെല്ലാം വരണത് ഒരു ക്രിമി ലെയറിന് വേണ്ടിയാണ് ഗുണം ചെയ്യണത്. കാര്യം ഈ ക്രിമി ലെയറാണ് രാജ്യം ഭരിക്കുന്നത്. ആ സംസ്ഥാനമായാലും ഡൽഹി ആയാലും എപ്പോഴും മന്ത്രിമാർക്ക് ബുദ്ധിക പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? IAS-കാരായിരിക്കും, അല്ലെങ്കിൽ തന്ത്രജ്ഞന്മാരായിരിക്കും. അവരാരാണ്? പാവപ്പെട്ടവരല്ല, അവർ ക്രിമി ലെയറാണ്, ഉന്നതന്മാരായി. അപ്പോൾ ഉന്നതന്മാരെ വിഭാവന ചെയ്യണ ലോകത്തിലേക്കാണ് നമ്മുടെ രാജ്യത്തെ കൊണ്ട് എത്തിക്കുമ്പോൾ അനുഭവിക്കുന്ന ആരാണ്? മുടന്തൻ ഈ വണ്ടി
കൃത്യസമയത്ത് എത്തണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വിടുകയാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ പറയുന്നുണ്ട്, കണ്ടക്ടർ ബെല്ലടിക്കുന്നു, ഡ്രൈവർ ഓടിക്കുന്നു. പക്ഷെ ആ മുടന്തി പുറകെ വന്ന ആളില്ലേ, അവൻ്റെ കാര്യം തീർന്നു. ചിലപ്പോൾ അത് ലാസ്റ്റ് വണ്ടിയാകും. അപ്പോൾ ഈ അവസാനം മുടന്തി വന്നവനൊക്കെ വഴി കിടക്കും. രാജ്യവികസനത്തിൻ്റെ ഒരു പ്രശ്നം അതാണ്. രാജ്യം വികസിച്ചു വരും. ആ വികസനം ആരുടെ വികസനമായിരിക്കും? ഈ രാജ്യത്ത് അവശതയുള്ളവൻ്റെ വികസനമല്ല, അവൻ വഴിയിലാകുകയാണ്. ഓരോ പ്രോജക്റ്റ് കഴിയുമ്പോഴും ഓരോ പദ്ധതി കഴിയുമ്പോഴും അവശതയുള്ളവൻ വഴിയിലാകുന്ന കാര്യമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. വികസനത്തിന് കുഴപ്പമൊന്നുമില്ല. 20% പേരാണ് വികസിച്ച് വരണത്. ആ വികസിച്ച് വരുന്നവരുടെ എണ്ണം കുറഞ്ഞത് അതായത് വികസിച്ച് വരുന്നവർക്ക് പിന്നെയും കിട്ടുകയും അവർ കോടികൾ കിട്ടുകയും അങ്ങനെയുള്ളവരുടെ എണ്ണം കുറഞ്ഞു വരികയും അതേസമയം തന്നെ നിവർത്തികയുടെ അശരണൻ്റെ എണ്ണം കൂടുകയും ചെയ്യുമ്പോൾ അത് ഒരു പാപ്പരത്വമുള്ളൊരു ഭവനമാണ്. ഈശോ ഇവിടെ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയുള്ളവരെ തെണ്ടാൻ വിടരുത് എന്നാണ് പറയണത്. അങ്ങനെയുള്ളവരെ തെണ്ടാൻ വിടരുത്, അവർ പോകണമെന്നില്ല. ഭയങ്കര വചനമാണത്. അവർ പോകണമെന്നില്ല എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ നിലപാടാണ്. 14-16 രണ്ട് കാര്യം ഈശോ പറയും. അവർ പോകണമെന്നില്ല, പിന്നെ എന്താണ്, ആരും പോകണ്ടെന്ന ഉള്ള ആശയമാണ്. ഇരുട്ടാകുമ്പോൾ ആരും പോകണമെന്നില്ല, ആരും പോകരുത്, അവിടെ നിൽക്കുക. അപ്പോഴേ മൂത്തമകനും പോകണ്ട, ഇളയ മകനും പോകണ്ട, നിങ്ങളവിടെ നിൽക്ക്. തമ്മിൽ കുറച്ച് നേരം ഈ അപ്പം വിളമ്പിക്കിട്ടണ വരെ ഉണ്ടാകുന്ന വിശപ്പുണ്ട്, അത്രേ ഉള്ളൂ. അമ്മ മുട്ട നിൽക്കണം, കുടുംബത്തിൽ കൈ പിടിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. വേറെ ഒന്നിലും കർത്താവിൻ്റെ നിലപാടുകളല്ലാതെ വേറെ ഒരു നിലപാടെടുക്കരുത്. എന്നിട്ട് അതാണ് കർത്താവിൻ്റെ നിലപാട്. ഈ നിലപാടിന് അതാണ് ഫണ്ടമെൻ്റൽ നിലപാട്. അവർ പോകണമെന്നില്ല. പിന്നത്തെ എന്താണ്, നിങ്ങൾ തന്നെ കൊടുക്കാൻ പറയും. അതാണ് കാനായി സംഭവിക്കണത്. കാനായാലും ഈ ഫണ്ടമെൻ്റൽ നിലപാട് അവർ പോകണമെന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമുക്കൊരു കാര്യം അറിയാമല്ലോ, ഇസ്രായേൽക്കാർ വായ്പ വാങ്ങിക്കുന്നതിൻ്റെ മെയിൻ പാർട്ടിക്കാരാണ്. ഈ ലോണിൻ്റെ പരിപാടി സ്കീമൊക്കെ തുടങ്ങി അവർ തന്നെയാണ്. അവരുടെ ജീവിതത്തിൽ വായ്പ വാങ്ങിച്ചാണ് അവർ ഇസ്രായേലിലെത്തിയത്. ഈജിപ്തിലെ പെണ്ണുങ്ങളുടെ എല്ലാത്തിൻ്റെയും കഴുത്ത് കിടന്ന സ്വർണം ചെടുത്തിമാർ മേടിച്ച്, കള്ളത്തരം പറഞ്ഞ് മേടിച്ചതാണ്. വായ്പ മേടിച്ച് ഇരവ് മേടിച്ചതാണ്. ഇരവ് കിട്ടി പൊന്നെല്ലാം കയ്യിലായപ്പോൾ ടക്കെന്ന് ഇവരവിടെ നിന്ന് വണ്ടി വിട്ടെല്ലാം കൂടി രാത്രി. അതാണ് അപ്പോൾ വായ്പ മേടിക്കണ രക്തത്തിലുള്ള സ്വഭാവമുള്ള ആൾക്കാരാണ് ഇവർ. അതുകൊണ്ടാണ് കർത്താവിൻ്റെ കഥയിൽ വായ്പ മേടിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. ഇപ്പം 11:5 ലുക്കാൻ്റെ സുവിശേഷം 11:5 ഒരു സ്നേഹിതൻ ഒരുത്തൻ്റെ വീട്ടിൽ രാത്രി വിരുന്ന് വരും. അപ്പോഴേ ആ സ്നേഹിതന് കൊടുക്കാൻ ഇവൻ്റെ കയ്യിലൊന്നും ഉണ്ടാകത്തില്ല. അപ്പം അടുത്ത വീട്ടിൽ പോയി ചോദിച്ചും കൊതകെ കൊട്ടും രാത്രി 11 മണിക്ക്. സ്നേഹിത എന്ന് പറയുമ്പോൾ അയാൾ പറയും, എന്താ പരിപാടി എന്ന് ചോദിക്കും. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളും കിടപ്പാണെന്ന്. അങ്ങനത്തെ അതിൽ കാര്യമില്ല, ഞാൻ പോകത്തില്ല. എന്താണ് ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എൻ്റെ വീട്ടിൽ വിരുന്ന് വന്നു, അതിന് കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് 3 അപ്പം വായ്പ തരണം എന്ന് പറയും. അപ്പോഴേ ഈശോ ആ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അവൻ തൻ്റെ സ്നേഹിതനാണെന്നതിൻ്റെ പേരിൽ അവർ കൊടുക്കത്തില്ലെങ്കിൽ നിർബന്ധ നിമിത്തം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനയിലേക്ക് കർത്താവ് ലിങ്ക് ചെയ്യും. അപ്പോൾ വായ്പ നിർബന്ധ നിമിത്തം കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ കാനായിലെ കല്യാണ വീട്ടിലും അപ്പം വായ്പ വാങ്ങിച്ചാൽ വീഞ്ഞ് വായ്പ മേടിക്കാൻ പാടില്ലേ? അതാണ് പ്രശ്നം. അപ്പം വായ്പ വാങ്ങിച്ച കഥ പറഞ്ഞ കർത്താവിന് പറയാം, അവരോട് വായ്പ മേടിക്കാൻ പറയാം, അടുത്ത വീട്ടിൽ പോയി മേടിക്കാൻ പറയാൻ പറയാം. അവിടെയാണ് മുഴുവൻ വീഞ്ഞ. ആ കാനായിലെ കല്യാണത്തിൽ ഞാൻ പോയതാണ് അവിടെയൊക്കെ. ഇപ്പോഴും അതിൻ്റെ അവസ്ഥ. എല്ലാ വീടുകളിലും 10-50 ഏക്കർ മുന്തിരിത്തോട്ടുണ്ട്. അപ്പോൾ അമ്മ പറയുമ്പോൾ കർത്താവിന് ഈസിയായിട്ട് പറയാൻ പറ്റും. എന്താണ് അപ്പോൾ ഇത്രയും എൻ്റെ സമയം ഇനി ആയിട്ടില്ല, അടുത്ത വീട്ടിൽ പോയി വായ്പ വാങ്ങിക്കാൻ പറയാൻ. പക്ഷെ കർത്താവിൻ്റെ ഫണ്ടമെൻ്റൽ നിലപാട് എന്താണ്? അവർ പോകണമെന്നില്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ സ്കീമെന്ന് പറയണത്. അവർ പോകണമെന്നില്ല എന്നുള്ളതാണ്. അതായത് കർത്താവ് നിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴേ
നീ കൈ നീട്ടാൻ മറ്റൊരു വീട്ടിൽ പോകണമെന്നില്ല. കൈയടിച്ച് ശ്രുതികട ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി ഹല്ലേലൂയ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ശുദ്ധപരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന്റെ ഫണ്ടമെന്റൽ നിലപാട്, അടിസ്ഥാന നിലപാടുമായിട്ട് സിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന കേൾക്കും. അതാണ് ബ്രീഡിംഗ് പ്രെയർ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ പ്രാർത്ഥന, ഇപ്പോൾ അമ്മയുടെ പ്രാർത്ഥന എന്തുകൊണ്ടാണ് ഈശോ കേട്ടത്? ഈശോയുടെ ഫണ്ടമെന്റൽ നിലപാടാണ്. എന്താണ്? അവർ പോകണമെന്നില്ല, അവർ വായ്പ വാങ്ങിക്കാൻ പോകേണ്ട കാര്യമില്ല. ഈശോ ആ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം ആ വീട്ടിലൊരു ഇല്ലായ്മ വന്നാൽ അവരടുത്ത വീട്ടിൽ പോയി കൈ നീട്ടിയാൽ പിന്നെ കർത്താവിൻ്റെ ആവശ്യം എന്ത്? അപ്പോൾ കർത്താവിൻ്റെ അസ്തിത്വത്തെ, സാന്നിധ്യത്തെ ചോദ്യം ചെയ്യണ ഒരു പരിപാടിക്ക് അമ്മ നിൽക്കത്തില്ല. കർത്താവ് ഒരു വീട്ടിൽ നിൽക്കുമ്പോഴേ ആ വീട്ടിലൊരു ഇല്ലായ്മ വന്നാൽ, ഒരു രോഗം വന്നാൽ, അതിന് സാമ്പത്തിക തകർച്ച വന്നാൽ, ഒരു ജപ്തി നടപടി വന്നാൽ അവരെ വീണ്ടും എന്തിനാണ് കർത്താവ് ഇവിടെ നിൽക്കുമ്പോൾ വേറെ സ്ഥലത്ത് പോയി കൈനീട്ടാൻ പറ്റുമോ? അതാണ് ഈശോ പറയണത്. അവർ പോകണമെന്നില്ല എന്ന് പറയും. കർത്താവ് ഇവിടെ നിൽക്കുന്നതോളം കാലം കർത്താവ് തന്നെയാണ് സമാധാനം കണ്ടെത്തേണ്ടത്. അതോ കർത്താവ് ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം നമ്മൾ വേറെ സ്ഥലത്ത് കൈ നീട്ടിയാൽ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കർത്താവിനെ അപമാനിക്കുന്നതാണ്. അപ്പോൾ കർത്താവ് പോകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു വിഷയമാണ് അച്ഛൻ അത് പറയണത്. അതായത് ഇനി അമ്മമാരാവിൻ്റെ പ്രാർത്ഥന കേൾക്കാനുള്ള കാരണം ദൈവത്തിൻ്റെ ഫണ്ടമെൻ്റൽ പോളിസി അവർ പോകണമെന്നില്ല, ആരുടെ മുമ്പിൽ കൈ നീട്ടണമെന്നില്ല എന്നുള്ളതാണ്. പിന്നെ എന്താണ്? നിങ്ങൾ തന്നെ കൊടുക്കുവിൻ. അപ്പോൾ ആരാണ് അവിടെ കർത്താവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത്? അവർ കൊടുക്കേണ്ടി വരും. ഒരു വീട്ടിൽ ചിലപ്പോൾ 5 പേരും പ്രാർത്ഥിക്കണം നിർബന്ധമില്ല. 6ാമത്തെ അമ്മയായിരിക്കും പ്രാർത്ഥിക്കുന്നത്. അവരാണ് സമാനം കണ്ടെത്തേണ്ടത്. ഒരു വീട്ടിൽ 6 പേരുണ്ടാകാം, 5 പേരും പ്രാർത്ഥിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അവർക്ക് പ്രാർത്ഥന അനുഭവമില്ല, പ്രാർത്ഥന അറിയത്തില്ല. അവിടെ പ്രാർത്ഥന അറിയാവുന്ന അമ്മ മാത്രമാണെങ്കിൽ, അപ്പൻ മാത്രമാണെങ്കിൽ അപ്പനാണ് അവർ പോകണ്ടായ അവർക്ക് വേണ്ടി മുട്ടുകുത്തേണ്ടതും. കർത്താവിൻ്റെ സാന്നിധ്യം സബലമഹി അതെന്താണ് നമ്മൾ അറിയണം. ആദ്യമേ ഹവ്വായുടെയും ആദത്തിൻ്റെയും കാലം കഴിയുമ്പോൾ പിന്നെ വരുന്നത് കായൻ്റെയും ആബേലിൻ്റെയും കാലമാണ്. പിന്നെ നമ്മൾ ബൈബിൾ പറയണത് റിജക്ഷൻ ഓഫ് പ്രെയറാണ് പറയണത്. സബ്ജക്റ്റ് നിസ്സാരമല്ല, വലിയ കാര്യമാണത്. ബൈബിൾ അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ, അതായത് ആദ്യം മനുഷ്യൻ്റെ പതനം, രണ്ടാമത് അവതരിപ്പിക്കുന്നത് എന്താണ്? റിജക്ഷൻ ഓഫ് പ്രെയർ. നമ്മൾ കായൻ്റെ ആബേലിനെ കൊന്ന കാര്യമൊക്കെയാണ് പറയണത്. പക്ഷേ ആ കൊലയുടെ നെറ്റിഫിറ്റ് എന്താണ്? ദൈവ ചൈതന്യം വിട്ടുപോയി കഴിഞ്ഞാൽ നെറ്റിഫിറ്റ് എന്താണ്? റിജക്ഷൻ ഓഫ് പ്രെയറാണ്. ആദ്യം ബൈബിൾ അവതരിപ്പിക്കുന്ന ആദ്യം മനുഷ്യൻ്റെ പതനം. സെക്കൻഡ് തീം എന്താണ്? റിജക്ഷൻ ഓഫ് പ്രെയർ. പ്രാർത്ഥന തിരസ്കരിക്കപ്പെടുന്നു. വാടിയതുണ്ടായിരുന്ന, പഴുത്തതുണ്ടായിരുന്ന, ചീഞ്ഞതുണ്ടായിരുന്ന എവിടെയായിട്ട് അവിടെ ഒന്നുമില്ല. കായൻ്റെ ബലി ദൈവം റിജക്റ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ദൈവം ഒരു ചോദ്യം ചോദിക്കും. ദൈവം ചോദിക്കണത് എന്താ? ഉചിതമായി ചെയ്താൽ, ഇപ്പം 2:7 ഉൽപ്പത്തി പുസ്തകത്തിലല്ലേ, ഉചിതമായി ചെയ്താൽ നിന്റെ ബലിയും സ്വീകരിക്കുകയില്ലേ എന്ന ചോദ്യം. അത്രേ ഉള്ളൂ ബൈബിൾ ചോദിക്കണം. അല്ലാതെ അത് വഴുതനങ്ങായ, വെണ്ടക്കായ ചെയ്യുന്നതാണെന്നാ, പഴുത്തതാണെന്നോ ഒന്നും ബൈബിളേ ഇല്ല. ബൈബിൾ ചോദിക്കണേ ഇതാണ്: ഉചിതമായി ചെയ്താൽ നീയും സ്വീകരിക്കപ്പെടുകയില്ലേ? ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അപ്പോഴേ എന്നാ അതായത് 4 ഉൽപ്പത്തി 4:7 ഉചിതമായി ചെയ്താൽ നിന്റെ ബലിയും സ്വീകരിക്കുകയില്ലേ. അപ്പോഴേ എന്തുകൊണ്ടാണ് പ്രയർ റിജക്ഷൻ വന്നത്, പ്രാർത്ഥന റിജക്റ്റായത്? ആ പ്രാർത്ഥന ഉചിതമാകാത്തത് കൊണ്ടാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? ഔചിത്യമില്ലാത്ത പ്രാർത്ഥന, ഉചിതമാകാത്ത പ്രാർത്ഥന. അപ്പം നമ്മളാണ് പിന്നീട് ദുർവ്യാഖ്യാനം നടത്തി അവൻ കൊടുത്തിരുന്നത് വെണ്ടക്കയാണ്, ഇനി വെണ്ടക്ക അവൻ സ്വർണ്ണത്തിൽ കൊടുത്തത് ഏതെന്നെ പുഴുങ്ങി തിന്നാനാ, ഒരു കഥയുമില്ല. ഇനിയിപ്പോൾ കായൻ സ്വർണത്തിൻ്റെ വെണ്ടക്ക കൊടുത്തെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ പഴുതിരങ്ങ കൊടുത്ത്, ദൈവത്തിന് എന്തിനാ മരത്തിൽ വെക്കളയും. ബൈബിൾ അതാണ് വളരെ ഡീസൻ്റായിട്ട് സംസാരിക്കുന്നത്. അവൻ്റെ പ്രാർത്ഥന ഉചിതമല്ല എന്ന് പറയും. ദൈവത്തിന് ഇതൊക്കെ വേണ്ടിയിട്ടൊന്നുമല്ലേ. പക്ഷെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പരിശുദ്ധാത്മാവാണ് പറയണത്, കയൻ്റെ മുഖം വാടാനൊരു കാരണമുണ്ട്, കയൻ്റെ പ്രാർത്ഥന റിജക്റ്റ് ചെയ്യാൻ കാരണമുണ്ട്. എന്താ പറയണത്? അവന് വിശ്വാസമില്ലെന്ന്. അതാണ് എബ്രായ ലേഖനം പറയണത്. അതിമനോഹരമായിട്ടാണ്. പൗലോസ് അപ്പോസ്തലൻ മാത്രമാണ് കയറി അടിക്കണത് ഈ സാധനത്തിനെ, വേറെ ആരും തൊടണില്ല ബൈബിളെ. കയന് എന്താ സംഭവിച്ചെന്നുള്ളത് നമ്മൾ 14:4 വരുമ്പോഴേ അതാണ് വിശ്വാസം മൂലം ആബേൽ. ഹെബ്രായർ 11:4 വിശ്വാസം മൂലം ആബേൽ കയൻ്റേതിനേക്കാൾ ശ്രേഷ്ഠമായ ബലി ദൈവത്തിന് സമർപ്പിച്ചു. ദാറ്റ് ഇസ് ദ ഫെയ്ത്ത്. അതാണ് പ്രശ്നം. അല്ലാതെ ചീഞ്ഞ വെണ്ടക്കായും പഴയക്കായും കൊടുത്തിട്ടല്ല പ്രശ്നം. കായന് വിശ്വാസമില്ല, അതാണ് പ്രശ്നം. അതാണ് ഹെബ്രായർ 11:4 പറയണത്. ആബേലിന് വിശ്വാസം. ഇപ്പം ചേട്ടമ്മ ഇതാണ് റിജക്ഷൻ ഓഫ് പ്രയർ സംഭവിക്കുന്നത് എന്താണ്? വിശ്വാസത്തിലാണ്. ഇപ്പം അമ്മയോട് ഈശോ പറയും 2:3 യോഹന്നാൻ 2:3 2:4 2:5 എന്താ പറയണത്? എനിക്ക് നിനക്കും എന്താണ്, എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ. എന്നാൽ ഇപ്പോൾ വേണ്ട, ഈശോക്ക് ഇഷ്ടപോലെ ചെയ്യാൻ പറഞ്ഞില്ല. ഒരു ഒത്തുതീർപ്പിനെ കോംപ്രമൈസ് അല്ല പ്രയർ എന്ന് പറയണത്. പ്രയർ ഈശോയിലുള്ള വിശ്വാസമാണ്. അവൻ പറയണ പോലെ ചെയ്യാൻ പറയും, അവൻ പറയണ പോലെ ചെയ്യാൻ. 2:5 വരുമ്പോൾ പറയും അവൻ്റെ വാക്ക് പോലെ ജീവിക്കാൻ പറയും, വചനത്തെ വിശ്വസിക്കാൻ പറയും. അവൻ്റെ വചനം, വിശ്വാസം എന്നത് അവൻ്റെ വചനത്തിലുള്ള വിശ്വാസമാണ്. അതിന് സ്വാഭാവികമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വചനത്തിൽ വിശ്വസിച്ച്, വചനത്തെ സ്നേഹിച്ച്, വചനത്തിൽ പ്രത്യാശിച്ച് നമ്മൾ അതിനെ അതിജീവിക്കും. ശ്രദ്ധിക്കട്ടെ, ബലി തെറ്റാകണത് കർത്താവിന് കാഴ്ച അർപ്പിക്കാൻ വരുമ്പോൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലേവ്യർ 22:10 ലേവ്യർ 22:10 കർത്താവിന് കാഴ്ച അർപ്പിക്കാൻ വരുമ്പോൾ ആ കാഴ്ചകൾ ന്യൂനത ഉള്ളത് ആയിരിക്കരുത്. അതാ പ്രശ്നം. നമ്മളെ സംസാരിക്കുന്നത് ന്യൂനത, അതായത് ഇല്ലാത്തത്, ഊനമറ്റത്. എന്താണത്? ബ്ലെയിംലെസ് പ്രയർ. കയൻ്റെ ബലി ബ്ലെയിംലെസ് അല്ലായിരുന്നു, അതുകൊണ്ടാണ് റിജക്റ്റായി. കയൻ്റെത് ബ്ലെയിംലെസ് ആകാൻ കാരണം എന്താ? ബ്ലെയിം ആകാൻ കാരണം എന്താണ്? കുറ്റമുണ്ടാകാൻ കാരണം എന്താണ്? ഹെബ്രായർ 11:4 അവന് വിശ്വാസമില്ലായിരുന്നു. അതുതന്നെയാണ് ഹെബ്രായർ ലെവ്യ 22 പറയണത്. എന്താണ്? കർത്താവിന് കാഴ്ച അർപ്പിക്കുക. 22:10 കർത്താവിന് കാഴ്ച അർപ്പിക്കാൻ വരുമ്പോൾ ആ കാഴ്ച, ആ പ്രാർത്ഥന കുറ്റമറ്റതായിരിക്കണം. ഒരു പ്രാർത്ഥനയ്ക്കുള്ള കുറ്റം എന്താണ്? കുറ്റം കുറവും കൂടുതലും എന്താണ്? അതാണ് വിശ്വാസം. വിശ്വാസം ഇല്ലാത്ത പ്രാർത്ഥന കുറ്റമറ്റ പ്രാർത്ഥനയല്ല, കുറ്റമുള്ള പ്രാർത്ഥനയാണ്. അതായത് വിശ്വാസമില്ലാത്ത പ്രാർത്ഥന കുറ്റമുള്ള പ്രാർത്ഥനയാണ്, ബ്ലെയിംലെസ് അല്ല, ബ്ലെയിംലെസ് പ്രയർ അല്ല. ബ്ലെയിംലെസ് പ്രയർ എന്ന് പറയുന്നത് ഫുൾ ഫെയ്ത്തിൽ ചെയ്യുന്ന പ്രാർത്ഥനയാണ്. എന്ത് വിഷയത്തിനായാലും എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ സമാധാനം ഉണ്ടാകും. ഇപ്പം ഞാൻ പറഞ്ഞൊരു കുടുംബ കലഹമാണ്,
അയൽവാസികളും തമ്മിലുള്ള കലഹമാണെന്ന് തന്നെ വിചാരിക്കുക, കേസിലാണ്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അവിടെ തല ഇടിവീഴ്ത്തി വീഴാനും അവർ വണ്ടിടിച്ചാകാനുമാണ്. ദാറ്റ് ഇസ് നോട്ട്. അപ്പോൾ തന്നെ പ്രാർത്ഥന ബ്ലെയിംലെസ് അല്ല, കുറ്റമുള്ള പ്രാർത്ഥന, ഊനമുള്ള പ്രാർത്ഥനയായി. പക്ഷെ എന്താ ചെയ്യണത്? അവരുമായിട്ട് സമരസപ്പെട്ട് സ്നേഹത്തിൽ പോകാൻ വേണ്ടി കർത്താവിൻ്റെ തിരുസന്നിധി കണ്ണീരിടണം. അപ്പം ദൈവമാണ് തീരുമാനിക്കേണ്ടത് അവരുമായിട്ട് സ്നേഹത്തിൽ പോകണ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം, നിങ്ങൾ അവിടെ നിന്ന് മാറ്റണം, അവരവിടെ നിന്ന് മാറ്റണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? നമ്മുടെ തീരുമാനമല്ലത്, ദൈവ തീരുമാനമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് തിന്മ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ബ്ലെയിമാകും. ബ്ലെയിംലെസ് പ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസവും വിശുദ്ധിയും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. വിശ്വാസമെന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ നമ്മൾ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ സമർപ്പിക്കുന്ന നമ്മുടെ വിശ്വാസമല്ല. വിശ്വാസം എന്ന് പറയുന്നത് വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു തിരഞ്ഞെടുപ്പാണത്. ഓപ്ഷൻ ഫോർ ദ ഹോളിനെസ്. വാട്ട് ഈസ് ഫെയ്ത്ത്? ഫെയ്ത്ത് ഈസ് എൻ ഓപ്ഷൻ ഫോർ ദ ഹോളിനെസ്. അതാണ് വിശ്വാസം എന്ന് പറയണത്. അല്ല, വിശ്വാസം ടെക്നിക്കലല്ല. ശരിക്കും പറഞ്ഞാൽ കർത്താവിൻ്റെ വചനത്തിലൂടെ അഡ്ഹിയർ ചെയ്തുകൊണ്ട് ഓപ്ഷൻ ഫോർ ദ ഹോളിനെസ് പ്രാർത്ഥിക്കുക. കർത്താവേ, വിശുദ്ധിക്ക് വേണ്ടിയുള്ള ജീവിത പുനഃക്രമീകരണത്തെ വിശ്വാസം എന്ന് വെളിപ്പെടുത്തുന്ന ധ്യാനത്തിന് ഓർത്ത് നന്ദി പറയുന്നു. ശ്രദ്ധിക്കട്ടെ, പറയണത് യാക്കോബ് 5:15 ഏറ്റു പറഞ്ഞ് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. അപ്പൊ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് എന്നാ വചനം? നിങ്ങൾ വീണ് പോയിട്ടുണ്ടെങ്കിൽ രോഗമാകാം, സാമ്പത്തിക തകർച്ചയാകാം, ബിസിനസ് തകർച്ചയാകാം, മനസ്സിടിവാകാം. പക്ഷേ നിൻ്റെ വിശ്വാസ നിലവാരം വർദ്ധിച്ചു കഴിഞ്ഞാൽ നീ എഴുന്നേൽക്കും. അതാണ് കർത്താവ് അവൻ എഴുന്നേൽപ്പിക്കുമെന്നാണ് യാക്കോബ് 5:15 പറഞ്ഞത്. 5:15 പറഞ്ഞത് കർത്താവ് വിശ്വാസത്തോടെ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവൻ എഴുന്നേൽപ്പിക്കും. പിന്നെ എന്താ? വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ അച്ഛൻ മുമ്പ് പറഞ്ഞത് ശരിയാണ്. ഓപ്ഷൻ ഫെയ്ത്ത് ഈസ് എൻ ഓപ്ഷൻ ഫോർ ദി ഹോളിനെസ്. അതാണ് യാക്കോബും പറയണത്. ഞാൻ യാക്കോബിൽ നിന്ന് പഠിച്ചതല്ല, ഇപ്പം എന്നോട് പരിശുദ്ധാത്മാവിലേക്ക് വന്ന നിറവിൽ ഞാൻ പറഞ്ഞതാണത്. ഫെയ്ത്ത് ഈസ് എൻ ഓപ്ഷൻ ഫോർ ദി ഹോളിനെസ്. അതന്നെ യാക്കോബ് പറയണത് 5:15. എന്താണ്? വിശ്വാസത്തെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിൻ്റെ പാപങ്ങളെ കർത്താവ് മോചിക്കുമെന്ന്. ഭയങ്കര വചനമല്ലേ അത്? ഇപ്പം എന്തെങ്കിലും ഒരു പാപത്തിലാണ് നീ എങ്കിൽ ഒരു കുമ്പസാരിക്കാൻ ഇടം കിട്ടണവരെ നിൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ നീ കർത്താവിനോട് കണ്ണീരിട്ട് കഴിഞ്ഞാൽ ആ വിശ്വാസത്തോട് തന്നെ നിന്റെ കർത്താവ് നിന്നെ വിശുദ്ധീകരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, സൗഖ്യത്തിനായി ആരാധിക്കുമ്പോൾ എന്റെ വിശ്വാസ നിലവാരത്തെ വർദ്ധിപ്പിക്കണമേ. സർവാംഗമുള്ള എന്റെ രോഗങ്ങളെ ഓ ഈശോയെ അങ്ങ് കുരിശിൽ വെച്ച് എന്റെ പാപങ്ങൾ ഏറ്റെടുത്തതുപോലെ നമ്മുടെ രോഗങ്ങളാണ് അവൻ വഹിച്ചതെന്ന് ഐസയാക്ക് കൊടുത്ത ദർശനം പോലെ എന്നെ ഏറ്റെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, രോഗിയായ എന്നോട് തോന്നണമേ. എൻ്റെ മക്കളെ, നിങ്ങളുടെ വലത് കരങ്ങള് രോഗമുള്ള ഇടത്തെല്ലാം വെക്കുക. കർത്താവ് നിന്നെ അടിപ്പണ പോലെ സൗഖ്യപ്പെടുത്തും. രോഗമുള്ളയിടത്ത് നിന്റെ ഹൃദയത്തിനാണ് ബുദ്ധിമുട്ടെങ്കിൽ നിന്റെ ഹൃദയത്തെ കൈവെക്കുക. നിന്റെ ശിരസ്സിലും കണ്ണിലും കാതിലും ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നിന്റെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. വെറുതെ അഭ്യാസം കാണിക്കരുത്. ഞാൻ കർത്താവ് ഇവിടെയും അവിടെയും എല്ലാം ഒരുപോലെയാണെന്ന് ഓർക്കണം. ഞാൻ കൃപാസന ആൾക്കാരുടെ വാതിക്കല്ല നിൽക്കുന്നത്. ഞാൻ 10,000 കിലോമീറ്റർ അകലെ വേറെ ഒരു അന്തർദേശീയ സംസ്ഥാനത്താണ് നിൽക്കണമെന്ന് വിചാരിക്കേണ്ട. നീ കർത്താവിൻ്റെ അടുത്ത് ആണ് നിൽക്കണത്. അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. ഇപ്പോൾ ക്വാറന്റൈനിൽ താമസിക്കുന്ന നീ ആയിരിക്കും. ഇപ്പോൾ കോവിഡ് ബാധിച്ച നീ ആശുപത്രി കിടക്കുകയായിരിക്കും. ജസ്റ്റ് നിൻ്റെ നെഞ്ചത്ത് കൈവച്ചാൽ മതി. എന്നിട്ടൊരു വിശ്വാസ പ്രാണം ചെല്ലണം അറിയാമെങ്കിൽ. ഇല്ലെങ്കിൽ എൻ്റെ ഈശോയെ, എൻ്റെ രക്ഷകാലം വിളിച്ചാൽ മതി.
സർവാംഗം നീര് കാണുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുന്നുണ്ട്. ഇടുപ്പ് തൊട്ട് താഴേക്ക് ഇങ്ങനെ ഈ തുടയൊക്കെ ഇങ്ങനെ നീര് വെച്ച് ഉരുണ്ടിരിക്കുകയാണ്. താഴേക്ക് നീരുണ്ട്. ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ. മക്കളെ, അതുപോലെ തന്നെ ഉദരവേദന ഉള്ളവർ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ഉദരവേദന എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഉദരം പോയാൽ എല്ലാം പോയി. ഭക്ഷണം കഴിക്കാനും പറ്റത്തില്ല. ഗ്യാസും കയറി, എരിച്ചിൽ, പുകച്ചിൽ, വയറിൽ പൊള്ളൽ, ഫിസ്റ്റ് രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സിസ്റ്റ് രോഗങ്ങൾ, അതുപോലെ അരിസസ് രോഗങ്ങൾ, ഇങ്ങനെ കുറേ തരം ഉദര രോഗങ്ങളില്ലേ. കുടലിലെ കുരുക്കൾ, അൾസർ, അരിസസ് രോഗങ്ങൾ, എല്ലാ രോഗങ്ങളും, PCOD രോഗങ്ങൾ. നീക്ക് കുറേ മരുന്ന് കഴിച്ച മടുത്തെന്ന് വിചാരിച്ചോ? ദൈവത്തിന് നീ മടുത്തില്ലെങ്കിൽ കർത്താവ് നിന്നെ ഇപ്പോൾ സുഖപ്പെടുത്തും. മരുന്നൊക്കെ മടുക്കും, ലോകത്തുള്ള എല്ലാം മടുക്കും. ലോകത്തുള്ള എല്ലാം മടുക്കും. നമ്മൾ അതിൻ്റെ അകത്ത് ഒരു കഥയില്ല. ലോകത്തിലൂടെ മടുക്കാത്ത ഒരു സാധനം പോലും ലോകത്തില്ല. വ്യക്തികളുമില്ല, ബന്ധങ്ങളുമില്ല, ഒന്നുമില്ല. എല്ലാം മടുക്കണതാണ്. കർത്താവ് ഒരു ചേച്ചിയോട് കൂടി അത് പറഞ്ഞു, നിനക്കിതെല്ലാം മടുക്കും കേട്ടോ. അവസാനം ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ മാത്രമേ നിനക്ക് ജീവിക്കാൻ മടുക്കാണ്ടിരിക്കത്തുള്ളൂ. അത് മടുപ്പ് നല്ലതാണ്. കാര്യം മടുപ്പ് വന്നാൽ, നമുക്കൊരു ദാഹം വന്നാൽ അതിൻ്റെ അർത്ഥം വെള്ളമുണ്ടെന്നാണ്. മടുപ്പ് വന്നാൽ മടുപ്പിന് പരിഹാരം ദൈവമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അതാണ് സംഭവം. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നടുവേദനയോട് നടുവേ കൈവെക്കുക. എന്നിട്ട് ദൈവത്തെ നടുവേദനയോട് നടുവേ കൈവെക്കുക. കസേരയൊക്കെ അകന്നിരിക്കുന്നവർക്കില്ലേ, ഇല്ലേ, കിടക്കാൻ പറ്റാത്തവർ, നികർന്ന് കിടക്കാൻ പറ്റണില്ല, ചരിഞ്ഞ് കിടക്കാൻ പറ്റണില്ല. അത് വലിയ സങ്കടകരമായ അവസ്ഥയാണ്. ഉറക്കം വരണമെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു മരുങ്ങിന് കിടക്കണം. പക്ഷെ കിടക്കാൻ പറ്റണില്ല. ചിലപ്പോൾ നീ മുറിവാകാം, ചിലപ്പോൾ നിനക്ക് ശരീരത്തിൽ എന്തെങ്കിലും കെട്ടി വെച്ചിരിക്കുകയായിരിക്കാം. കർത്താവ് ഇതൊന്ന് അഴിച്ചു മാറ്റുമെന്ന് സമാധാനം ഉറങ്ങിയാലെങ്കിലും മതിയെന്ന് നീ കരഞ്ഞ് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പോലെ ഇരിക്കുക. അവസ്ഥയെ ഒന്നും വിഷമിക്കേണ്ട. അത് ഞാനതിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് നിന്നെ ഇപ്പോൾ സുഖപ്പെടുത്തും. ഉദരത്തെ കൈവെക്കാൻ പിന്നെയും കർത്താവ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അച്ഛൻ കാണിക്കുന്ന വശത്ത് പള്ള, അതായത് ഇത് ഇടതുവശം അവിടെ എന്തോ കുഴപ്പമുള്ളവരുണ്ട്. ചിലപ്പോൾ പഴുത്തിരിക്കുന്നുണ്ടാകാം, ചിലപ്പോൾ ഓപ്പറേഷൻ ഉണ്ടാകും, ചിലപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകാം, ചിലപ്പോൾ അവിടുത്തെ ഫെലോപ്പിയൻ ട്യൂബിന് കുഴപ്പമുണ്ടാകാം, അത് അണ്ടവാഹിനിക്ക് കുഴപ്പമുണ്ടാകാം. അവിടെ എന്തായാലും ഇടതുവശത്ത് കർത്താവ് സ്പർശിക്കുന്ന ഇടമേശയുണ്ട്. അപ്പം നീ സന്തോഷമായിട്ടിരിക്കണം. അതുപോലെ തന്നെ തൈറോയ്ഡ് രോഗികൾ, ടോൺസിലൈറ്റ് രോഗികൾ, സ്പോണ്ടിലോസിസ് രോഗികളെല്ലാം കഴുത്തിനും പിൻകഴുത്തിനും ഒക്കെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. ചെവി വേദനക്കാരെല്ലാം, ചെവിയോട് തല മുടി കൊഴിയണ ആൾക്കാരുണ്ട്. കുറേ പേര് ഈ ദിവസങ്ങളിൽ കർത്താവ് സുഖപ്പെട്ടതായിട്ട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തലയിൽ കൈവച്ച് തല സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പിന്നെ ഇനി ഇപ്പോൾ സർവാംഗം പൊള്ളലുണ്ടാകും. ചിലപ്പോഴിങ്ങനെ കുരുക്കൾ, ചിരങ്ങ്, ചുണങ്ങ്, സോറിയാസിസ്, വിസർപ്പരോഗങ്ങൾ, എപ്പോഴും കാലുകൾ ഇങ്ങനെ തൊലി ഊത്തലുള്ളവർ, തൊലി പൊളിയുന്നവർ, അതിൻ്റെ വലിയ ഊത്തലെടുക്കുന്നവർ, പനി വിട്ടുമാറാത്തവർ, എന്താണ് അസുഖം എന്നൊരു പിടിയുമില്ല, ഇടയ്ക്ക് തിടക്കൊക്കെ പനി വന്നിട്ട് വിട്ടുമാറാതിരിക്കുന്നു. അങ്ങനെയുള്ള എല്ലാ മക്കളും ഇങ്ങനെ അച്ഛൻ കാണിക്കുന്ന പോലെ ഹോൾ ബോഡി സബ്മിഷൻ ചെയ്താൽ മതി. ഇങ്ങനെ കൈ ഇങ്ങനെ, കർത്താവേ എൻ്റെ ഉള്ളങ്കാലം മുതൽ എന്ന് പറഞ്ഞ മക്കളെ, കർത്താവേ എൻ്റെ ഉള്ളങ്കാലം മുതൽ ഉച്ച വരെ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയില് അൾത്താറയില് ശിവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയില് എൻ്റെ ഫുൾ ബോഡി, മുഴുവൻ ശരീരം അങ്ങേക്ക് സ്പർശിക്കാൻ സൗഖ്യപ്പെടുത്താനായി സമർപ്പിക്കുന്നു. കിഡ്നി രോഗികളെ
രോഗികളെ, ഹൃദയ രോഗികളെ, ഉദര രോഗികളെ, നാശ രോഗികളെ, ഗർഭാശയ രോഗികളെ, മൂത്രാശയ രോഗികളെ, കണ്ണുള്ളവരെ, വാതരോഗികളെ കർത്താവേ സ്പർശിക്കണമേ. ശുദ്ധിക്കട്ടെ കർത്താവേ സ്പർശിക്കണമേ. ശുദ്ധിക്കട്ടെ, ശുദ്ധിക്കട്ടെ കർത്താവേ. വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. ഈശോ ഇരിക്കുന്ന ദൈവമേ, 35 വർഷത്തെ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. വിശുദ്ധ കുർബാനയെ അങ്ങ് ഓർക്കണമേ. അതൊക്കെ വേണ്ടി സാക്ഷ്യം വഹിച്ച വിശുദ്ധ ശിശുക്കളെ ഓർക്കണമേ. എന്റെ കർത്താവ് ഉന്നതമായ നാമത്തില് കർത്താവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മസ്തിത്വത്തില് നാമത്തില് രോഗങ്ങള് രോഗികള് മാറിപ്പോട്ടെ, സൗഖ്യമാകട്ടെ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോ പെയ്യട്ടെ, പെരുമഴ പോ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. ഈശോ അല്ലാതെ വേറെ എന്ത് കോലങ്ങൾക്ക് പോയിട്ടുള്ളവരെ കർത്താവ് കാണിച്ചു തന്നു. ഈശോ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പവർ എന്ന് പറഞ്ഞ് സങ്കല്പിച്ച സാങ്കല്പിക ശക്തിയിൽ വിശ്വസിക്കുകയോ അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരെ അനുദപിക്കാൻ വേണ്ടി ഈശോ പറയുന്നുണ്ട്. ഇപ്പോഴേ തന്നെയല്ല, ഇപ്പോഴേ ഈശോ പറയണത് കൂടുതൽ ദൈവസ്നേഹത്തോടെ പ്രാർത്ഥിക്കാനാണ് പറയണത്. നിങ്ങളുടെ ഇപ്പം ജോലി, വീട്, വിവാഹം, വഴിയില്ല, വീടില്ല, സ്ഥലമില്ല, വഴക്കാണ്, ജോലി നഷ്ടപ്പെടാൻ പോകുന്നു, ജോലിക്ക് പോകാൻ തിരിച്ചു പോകാൻ പറ്റണില്ല, നിങ്ങൾ പലതരത്തിലുള്ള നൈപുണ്യ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, IELTS, MOH അതുപോലെയുള്ള പരീക്ഷകൾ, അതുപോലെ തന്നെ വിസ പ്രോബ്ലംസ്, അതുപോലെ തന്നെ റിലീവിങ് സർട്ടിഫിക്കറ്റ്സ്, അതുപോലെ ഇൻ്റർവ്യൂ കഴിഞ്ഞവർ, അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്നവർ, അതുപോലെ തന്നെ അഡ്മിഷൻസ്, അതിനുവേണ്ടി സീറ്റ് കാത്തിരിക്കുന്നവർ, സീറ്റ് കിട്ടാതെ വേദനിക്കുന്നവർ, ഇങ്ങനെ ഓരോ തരത്തിലും വിഷമം അനുഭവിക്കുന്നവരുടെ മേൽ ദൈവികമായ ശക്തി ആവശ്യിക്കുന്ന സമയമാണ്. നിങ്ങൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഉടമ്പടി എടുത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന വൈദ്യക്കാരൻ്റെ വരക്കസ്റ്റിൽ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാ ദിവസവും അഖണ്ഡ ജപമാല റാലി കൂടിക്കൊണ്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈശോ ഇപ്പോഴും വിവിധമായ ജോലി, വീട്, വിവാഹം, അതുപോലെ ജീവിതത്തിന്റെ ഭൗതിക പ്രതിസന്ധി അനുഭവിക്കുന്നവരെ, എല്ലാ തരത്തിലും വീടില്ലാത്ത കർത്താവ്, വീടിന് അപേക്ഷ വെച്ചിട്ട് കിട്ടാത്തവരെ, കുടുങ്ങിപ്പോയവരെ, എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവരെ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന. ഓരോ സ്ഥലത്ത് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരെ, ജോലി ചെയ്തിട്ട് അവിടെ തൊഴുത്തിൽ കൊത്തും പലതരത്തിലുള്ള പാരയപ്പം കർത്താവ്, മാനസികമായി ഇടിയുണ്ടായിരുന്നവരെ, ട്രാൻസ്ഫർ കിട്ടാത്തവർ കർത്താവ്, ട്രാൻസ്ഫർ കിട്ടാൻ ശ്രമിക്കുന്നവർ കർത്താവ്, വെള്ള വിഷയത്തിൽ കർത്താവ് ട്രാൻസ്ഫറിന് വേണ്ടി ആഗ്രഹിക്കുന്നവരെ, ഇങ്ങനെ ജീവിക്കാൻ മാർഗമില്ലാത്തവരെ, വരുമാന മാർഗം അടഞ്ഞു പോയവരെ, വരുമാനം നഷ്ടപ്പെട്ടവരെ കർത്താവ്, പലതരത്തിൽ മാനസികമായ സംഘർഷം അനുഭവിക്കുന്നവരെ, ക്യാൻസർ രോഗികളെ, സമാധാനത്തിൽ കേസാക്കപ്പെട്ടവരെ, യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ ദൈവികമായ കരുത്ത് ലഭിക്കട്ടെ. ശുദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, വിടുതലിൻ ആത്മാവേ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി പടരണമേ. മക്കളെ, വളരെ കർത്താവ് അമ്മ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ദൈവപ്രകാശത്തോടുകൂടി ദിവ്യകുർബാന നിൻ്റെ ഹൃദയത്തിലും കുടുംബത്തിലും നിറഞ്ഞു തുളുമ്പണ സമയമാണ്. മൗനമായി പ്രാർത്ഥിക്കണേ. ഇപ്പോഴേ എന്തെങ്കിലും വിഷയം അച്ഛൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ മൗനമായി പ്രാർത്ഥിക്കണം. ജനിതകമായ തടസ്സങ്ങളും ആന്തരിക ജനിതക അവയവങ്ങളിലൊക്കെ ഭയങ്കരമായ രോഗങ്ങൾ വന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ നാണക്കേട് കൊണ്ട് സാക്ഷ്യം പറയാണ്ടിരിക്കരുത്. ഗൂഗിൾ മീറ്റിൽ വന്ന് സാക്ഷ്യം പറയണം. കർത്താവ് ഈ നിമിഷം ചെയ്യണ കാര്യമാണ് കർത്താവ് കാണിക്കുന്നത്. നിങ്ങൾ സാക്ഷ്യം പറയണം. പ്രൈവറ്റായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ മാരകരോഗം അനുഭവിക്കുന്നത് കർത്താവ് ഈ നിമിഷം സ്പർശിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങൾ സാക്ഷ്യം പറയണം.
മക്കളില്ലാത്തൊരു അടിവയറ്റിൽ സ്പർശിച്ചുകൊണ്ട് കുഞ്ഞിനെ തന്ന് കൃപാസ്ഥാനത്താരെ കുഞ്ഞുമായി വന്ന് സാക്ഷ്യം പറയാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുക മതി. 11 മക്കൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നതായിട്ട് മെസ്സേജ് ഉണ്ട്. അവരൊക്കെ അനുഗ്രഹിക്കും. അച്ഛൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചില മത്സ്യങ്ങളൊന്നും കഴിക്കാൻ പറ്റാത്തവരെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ അത് കിട്ടാൻ മാർഗ്ഗമുള്ളൂ. പക്ഷെ കഴിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് ക്ഷീണിച്ച് വരുന്ന ശാരീരികമായ ആരോഗ്യം പോകുന്ന ജോലി എടുക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. ജോലി എടുക്കാൻ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത് കാരണം ജോലി എടുക്കാനാവതില്ലാത്തവരെ കാണിക്കുന്നുണ്ട്. അവരെല്ലാം കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. പിൻകഴുത്തിൽ വേദന ഉള്ളവർ, കഴുത്തിന് ആട്ടമുള്ളവർ, ഉറങ്ങാൻ കിടക്കുമ്പോൾ തല വെക്കുമ്പോഴായിരിക്കും കഴുത്തിൻ്റെ വേദനയും വിങ്ങലും പ്രത്യേകിച്ച് അറിയണത്. അതോടുകൂടി ഉള്ളവരക്കവും പോകും. അങ്ങനെയുള്ള വ്യക്തികൾ ഇപ്പോഴേ ആശീർവാദ സമയത്ത് കഴുത്തിൽ തൊട്ട് കർത്താവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണെന്ന് പറയുന്നുണ്ട്. കുഞ്ഞുങ്ങളെ ഓർത്ത് 3 വയസ്സുകാരനെ 4 വയസ്സുകാരൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ 3 വയസ്സുകാരെ പ്രത്യേകം ഈ ആൺമക്കളെ കാണിച്ചു തരുന്നുണ്ട്. വിഷയം പറയുന്നില്ല. പക്ഷേ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവ് ഈ നിമിഷം ആശീർവദിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ആ മക്കളില്ലാത്തവരാണെങ്കിൽ ആ മക്കൾ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കുഞ്ഞുങ്ങൾ വഴിതിരിച്ചു പോവുകയും അപകടപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കർത്താവ് സന്ധിക്കുന്ന സമയമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മൗനമായി പ്രാർത്ഥിക്കട്ടെ. പ്രിയമുള്ളവരെ, ലാസ്റ്റ് 10 ദിവസമാണ് അഖണ്ഡ ജപമാല മഹാറാലി ശുശ്രൂഷ ഇന്നു മുതൽ ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായി ഇതുവരെ പ്രാർത്ഥന കൂടാത്തവരും 1-2 കൊന്ത് ജപമാല ചെല്ലുന്നതിനും കൂടുതൽ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇത് മിഷൻ മാസമാണ്. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ മിഷൻ എന്ന് പറയുന്നത് അച്ഛൻ്റെ കൃപാസനത്തിൻ്റെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് സഭ പഠിക്കാൻ വേണ്ടി അമ്മ നടത്തുന്ന ഓരോ അനുഭവങ്ങളാണ്, അടയാളങ്ങളാണ്, അത്ഭുതങ്ങളാണ്. അതൊക്കെ എല്ലാം ഷെയർ ചെയ്യണം നിങ്ങൾ. അച്ഛൻ കൃപാസന ആൾക്കാരിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ ശുശ്രൂഷകൾ, ജപമാലയായാലും ശരി, ദൈവവചന പ്രഘോഷണമായാലും ശരി, രോഗസൗഖ്യ പ്രാർത്ഥനയായാലും, ഞങ്ങൾ ഗൂഗിൾ മീറ്റ് ആയാലും ശരി, അതുപോലെ ഉണ്ടാകുന്ന ഓരോ ആരാധനയും എല്ലാം നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഒരു മുടക്കുമില്ല. നമുക്ക് കറണ്ട് ചാർജ് പോലും ചുമ്മാ തള്ളവിരൽ കൊണ്ടൊന്ന് ഞെക്കിയാൽ മതി ഷെയർ ബട്ടണിലെ. അതുകൊണ്ട് ഇപ്പം തന്നെ ശുശ്രൂഷ, ഇപ്പം 6000 പേരോളം ഇപ്പോൾ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 6000 പേര് ഇപ്പം തന്നെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫേസ്ബുക്കിലേക്കും വാട്സപ്പിലേക്കും എല്ലാം കർത്താവെ അറിയാത്തവരെ അറിയിക്കാൻ, അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ, ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ ഈശോനാമത്തെ ഞാൻ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഷെയറിങ് കൊണ്ട് കർത്താവെ എൻ്റെ രോഗത്തെ സുഖപ്പെടുത്തണമേ, ഈ ഷെയറിങ് കൊണ്ട് കർത്താവെ എൻ്റെ കുടുംബത്തിന് സമാധാനം നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോനാമത്തിൽ ഇപ്പോൾ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആരാധന ആശീർവാദം സ്വീകരിക്കുക. ഇന്ന് 3 മണിക്ക് സെക്യുനായ അച്ഛൻ്റെ മിസ്യോ ദൈവവചന പ്രഘോഷണ ധ്യാന പരമ്പര ഉണ്ടായിരിക്കുന്നതാണ്. സമയമുള്ളവർ കാണുക. നമ്മളിവിടെ ആരാധന തുടരുകയാണ്. ആരാധനയല്ല, ജപമാല റാലി തുടരുകയാണ്. നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് യേശുവിന്റെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ